നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോരിയിലൂടെയാണ് ബി.ജെ.പി. അധികാരം പിടിച്ചതെന്ന രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഏറുപടക്കമായി മാറുന്നുണ്ടോ? ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റിയെന്ന പ്രധാന ആരോപണം യഥാർത്ഥ വോട്ടർമാരിൽ ചിലർ തള്ളിക്കളഞ്ഞു. വ്യാജ വോട്ടർമാരല്ല ഇവർ എന്ന് തെളിഞ്ഞെങ്കിലും വോട്ടർ പട്ടികയിൽ തെറ്റുകൾ ഉണ്ടെന്നത് വാസ്തവമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടർമാരെയും കണ്ടെത്തി ഒഴിവാക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇരട്ട വോട്ടുകൾക്കും വ്യാജ വോട്ടുകളും വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് വാദിക്കുന്നത് ഇരട്ടത്താപ്പോ? രാഹുലിന്റെ വോട്ട് ചോരി ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി പറയാത്തത് എന്തുകൊണ്ട്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ സിബി സത്യൻ, ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ റോണി കെ ബേബി എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രസീലിയൻ മോഡലിന്റെ പടം പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ വോട്ടർമാരുടെ പേരിന് നേരെ എന്നുള്ളതാണ്. ഇതെങ്ങനെ കടന്നുകൂടി എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണമില്ല. എങ്കിൽ പോലും ചില വോട്ടർമാർ പറയുന്നുണ്ട്, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ തന്നെയായിരുന്നു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്, ഈ ഫോട്ടോയുടെ കാര്യത്തിൽ ഞങ്ങൾ തന്നെ ആ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നതാണെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങളെങ്കിലും അബദ്ധമായി പോയിട്ടുണ്ടോ? ഉദാഹരണങ്ങളായി രാഹുൽ ഗാന്ധി എടുത്ത ചില സ്പെസിഫിക് എക്സാമ്പിൾ, അതിലൊന്നാണ് ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം 22 ഇടങ്ങളിലായി 10 ബൂത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി രേഖകൾ സഹിതം സമർത്ഥിക്കുകയാണ്. അത് ചിത്രം മാത്രമേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥ വോട്ടുകൾ അവിടെ പലതും രേഖപ്പെടുത്തി അതാരൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പം ഇവിടെ രാഹുൽ ഗാന്ധി അഡോപ്റ്റ് ചെയ്തൊരു മെത്തഡോളജി ഉണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തതിന് ശേഷം അതിനെ അവിടെ ഡിസ്ക്രിപ്പൻസി ഉണ്ട്. ഉറപ്പായും ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഒരു കാരണവശാലും ഒരു വോട്ടറുടെ സ്ഥാനത്ത് വരാൻ പാടില്ലായിരുന്നു. അത് ബൂത്ത് ലെവൽ ഏജൻസ് ഇത് വോട്ട് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇലക്ട്രൽ റോൾ മാർക്ക്ഡ് കോപ്പി കയ്യിൽ കിട്ടുമ്പോൾ ഉറപ്പായി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ചുമതല ബന്ധപ്പെട്ടവർക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അത് വീഴ്ചകൾ പല തലങ്ങളിൽ, ഇലക്ഷൻ കമ്മീഷൻ തലത്തിലും ഇത് ചേർത്ത തലത്തിലും അല്ലായെങ്കിൽ ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ഒരേ പടങ്ങൾ പല ഇടങ്ങളിലായിട്ട് ഒരേ ചിത്രം വരുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഏജൻസ് കണ്ടെത്തിയില്ല? ഇതെല്ലാം ചോദ്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ വോട്ട് 19 ലക്ഷം വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ഹൗസ് ഹോൾഡുകളിൽ ഈ 10, 50, 100 ഒരേ വീട്ടുപേരിൽ അല്ലെങ്കിൽ ഒരേ ഹൗസ് നെയിമിൽ നമ്പറിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം ചോരിയാണ്, ഇതെല്ലാം ബോഗസ് വോട്ട്സാണ് എന്ന് 19 ലക്ഷം. ആകെ 2 കോടി ജനങ്ങളിൽ 25 ലക്ഷം, 8 വോട്ടർമാരിൽ ഒരാൾ വീതം വ്യാജ വോട്ടറാണ് അല്ലെങ്കിൽ അനധികൃതമായി വോട്ട് ചേർക്കപ്പെട്ട ആളുകളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഉദാഹരണങ്ങൾ സഹിതം എടുത്ത്, ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്ത് അതിനെ ജനറലൈസ് ചെയ്യാനുള്ള ഒരു സമൃദ്ധമായ അറ്റംപ്റ്റ് രാഹുൽ ഗാന്ധി നടത്തി. ഉദാഹരണങ്ങൾ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ ഉദാഹരണങ്ങളെ തേടിപ്പോയാൽ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി പറയേണ്ടതാണ്. നേരിട്ടല്ല, അത് ഇലക്ഷൻ കമ്മീഷനിൽ ഔപചാരികമായി പരാതിയുടെ രൂപത്തിൽ ഘടനാപരമായി നൽകുമ്പോൾ അതിന് വിശദീകരണവും മറുപടിയും പരാതി ഉന്നയിച്ചവർക്ക് കൊടുക്കേണ്ടതാണ്. അതുണ്ടായില്ല എന്ന് 24 മണിക്കൂറിന് ശേഷവും ചില കാര്യങ്ങളിൽ വ്യക്തത ഇനിയും വരാനുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു അതുകൊണ്ട് ഇതെല്ലാം മോശമാണ്, പൊട്ടത്തരമാണ് എന്ന് പറയുന്നതിനോടും യോജിപ്പില്ല. രാഹുൽ ഗാന്ധി കോടതിയിൽ പോകുന്നില്ല. രാഹുൽ ഗാന്ധി വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതിന് പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിന് എന്ത് സംഭവിച്ചു? അവരെന്തുകൊണ്ട് താഴെത്തട്ടിൽ ഇത് കണ്ടെത്താൻ അമാന്തിക്കുന്നു, വൈകുന്നു, അല്ലെങ്കിൽ സാധിക്കുന്നില്ല? ഇതിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധിയും പറയേണ്ടതാണ്. അതുകൊണ്ട് സമ്മിശ്രമായ വികാരങ്ങളാണ്. വോട്ട് ചോരി എന്ന രൂപത്തിൽ വളരെ സമ്മിശ്രമായ വികാരങ്ങളാണ്. 25 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് എക്സാജറേറ്റഡ് ആയ കണക്കാണ്. അതായത് 8 വോട്ടർമാരിൽ ഒരാൾ വീതം, അല്ലേ, ഒരാൾ വെച്ചിട്ട് അത് ഫേക്ക് വോട്ടാണ്, വ്യാജ വോട്ടാണ് എന്നൊക്കെ പറയുന്നത് അത് കടന്ന കൈയായിപ്പോയി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല,
ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരുന്നത് തന്നെ വ്യാജ വോട്ടുകൾ കണ്ടെത്തുന്നതിനും ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരിടത്ത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ആ സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ പേരുള്ളയാൾ മറ്റൊരു സ്ഥലത്ത് പേര് ചേർക്കാറുണ്ട്, ഇവിടുത്തെ ആ പേര് മാറ്റാറുമില്ല. അത് പലയിടത്തും കണ്ടുവരുന്നതാണ്. കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് അത്. പക്ഷേ ഈ SIR വരുന്നതോടുകൂടി മാറ്റാൻ സാധിക്കും, പക്ഷേ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ സിബി സത്യൻ, ഇതിനെക്കുറിച്ചുള്ള പ്രതികരണം എങ്ങനെയാണ് താങ്കളുടെ? രാഹുൽ ഗാന്ധിയെ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയാണോ താങ്കൾ? മഞ്ജുഷ, നമ്മൾ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് സാരമായ ഒരു തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് ഹരിയാന, ആദ്യം കർണാടക പറഞ്ഞു, പിന്നീട് മഹാരാഷ്ട്രയുടെ വിശദാംശങ്ങൾ ഇനി വരും. ഒന്നാം ഘട്ടം നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഹരിയാന വരുന്നു. നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇത് 100% ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത് 5 or 6 പ്രശ്നങ്ങളാണോ അല്ലേ എന്നുള്ളതല്ല. ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സിസ്റ്റമിക് എറർ വളരെ സീരിയസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളണം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ അവിടുത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രമുഖമായ ടൂൾ. ആ വോട്ടർ പട്ടിക മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു സാധനമാണ്. എന്ന് മാത്രമല്ല, ഉത്തരം പറഞ്ഞപ്പോഴൊക്കെ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വശം പിടിച്ചത്, രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവിനെ പോലെയാണ് സംസാരിച്ചത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. ഈ അടുത്ത ഒരു രസകരമായ സംഗതി, ഇതിനെപ്പറ്റിയുള്ള രേഖകൾ ചോദിക്കുമ്പോൾ, ഇതിന്റെ തെളിവുകൾ ആവശ്യപ്പെടുമ്പോൾ, ഇതിന്റെ CCTV ഫുട്ടേജസ് ആവശ്യപ്പെടുമ്പോൾ വളരെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ആക്ച്വലി അത് തടയുന്നത്. അതെന്തിനാണ് അത് സംഭവിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മഞ്ജുഷിന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരും. സ്വകാര്യതയുടെ ലംഘനം എന്നൊക്കെയാണ്. അതായത് ഒരു പോളിംഗ് ബൂത്തിൽ ആൾക്കാർ നിരന്ന് നിന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഒരു ഫുട്ടേജ് കൊടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിസ്സാരപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ തടുത്തു നിർത്താൻ അവർ ശ്രമിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാമെന്നിരിക്കെ അതിന് പകരമായിട്ട് മൊത്തം പ്രിന്റ് എടുത്തു കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുക്കുന്നതിനാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് കാര്യമായി എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അവരുടെ ഈ തത്രപ്പാടുകൾ കാണുമ്പോൾ, അവരുടെ ഈ വെപ്രാളം കാണുമ്പോൾ എന്തിനാണ് ഇവര് ഭയക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. അപ്പം കൈകൾ ശുദ്ധമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. കൈകൾ ശുദ്ധമാണെങ്കിൽ വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, ഇന്ത്യയിലെ ഏതാണ്ട് 50-60 വർഷം ഭരിച്ച ഒരു പാർട്ടി കുറച്ച് രേഖകൾ ചോദിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവരെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? 2 ലോഡ് നിറച്ച് പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുത്തിട്ട് ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ വളരെ നിഷ്പ്രയാസം കൊടുക്കാവുന്ന സാധനമല്ലേ ഇത്? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ. അപ്പൊ അത് കണ്ടുപിടിക്കരുത് എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ കേസ് നമുക്കറിയാം. സ്വകാര്യത എന്താണ് എന്ന് നമുക്കറിയാം. അതിനകത്ത് കോടതിയുടെ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ കാലാകാലങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് അതിനെ വലുതാക്കി എടുത്തു എന്നുള്ളൊരു പോയിന്റ് പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വകാര്യത എന്ന് പറയാവുന്ന ഒരു ഇലക്ഷൻ പോളിംഗ് ബൂത്തില് ആൾക്കാർ നിരനിരയായിട്ട് വോട്ട് ചെയ്യുന്നതിൽ വോട്ട് ചെയ്യുന്ന ആ രംഗം പകർത്തിയിട്ടുണ്ടെങ്കിൽ, അതെന്തായാലും പകർത്തില്ല, ആ രംഗം പകർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് സ്വകാര്യതയുടെ ലംഘനമാകുന്നത്. അല്ലാതെ ആൾക്കാർ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഫൂട്ടേജ് കൊടുക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുന്നത് എങ്ങനെയാണ്? അപ്പം ഇതിനാണെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തോ വളരെ കാര്യമായ ഒരു സിസ്റ്റമിക് എറർ വളരെ ഗംഭീരമായിട്ട് ഇതാ സംഭവിക്കുന്നുണ്ട്. ആ എറർ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് മറയ്ക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പരമാവധി സിബി, ഇരട്ട വോട്ടുകൾ എന്നുള്ള കാര്യം അത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പലതവണയും പല സംസ്ഥാനങ്ങളിലും അത് തെളിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ഇപ്പോൾ BJPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന, കേരളത്തിലിരുന്ന് ആരോപണം ഉന്നയിക്കുന്ന CPM പോലും ഇവിടെ കേരളത്തിൽ തങ്ങൾക്കെതിരെ ഇതേ ആരോപണം വരുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അതും നമ്മൾ കാണാറുള്ളതാണ്. അതായത് ഈ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ BLAമാരുണ്ട്, അതിൽ BLOമാരുണ്ട്. BLOമാരെന്ന് പറയുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് വേണമെങ്കിൽ സ്വാധീനം ചെലുത്താമെന്നുള്ള വാദം ഉന്നയിക്കാം. അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ BLAമാർ ഓരോ പാർട്ടികൾക്കുമുണ്ട്, അവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. അവർക്ക് ഇതിൽ തടസ്സവാദം ഉന്നയിക്കുവാനുള്ള അവസരമുണ്ട്. അവർക്ക് ഈ വോട്ടർ പട്ടിക കാണുവാനുള്ള അവസരം ആ സമയത്ത് തന്നെ കിട്ടുന്നതുമാണ്. അപ്പീൽ പോകുവാനുള്ള അവസരമുണ്ട്. പലതവണ ഫിൽറ്ററിങ്ങിന് ശേഷമാണല്ലോ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അവിടെയൊന്നും ഈ തടസ്സവാദം ഉന്നയിക്കുന്നില്ല എന്ന വാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടാണ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന കാര്യവും ഇല്ലല്ലോ. അങ്ങനെയുള്ള വാദങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇല്ല, ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഞ്ജുഷേ. ഒന്നെന്ന് പറയുന്നത്,
നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇരട്ട വോട്ടുകൾ, ഉദാഹരണമായിട്ട് ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തേക്ക് വിവാഹം കഴിച്ചയക്കുമ്പോൾ അവിടെയും വോട്ട് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയുള്ള യാദർച്ഛികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കേരളത്തിലടക്കമുള്ള വോട്ടർ പട്ടികയിൽ വൻതോതിൽ കള്ളവോട്ടുകൾ കയറ്റിയിട്ടുണ്ട്, വൻതോതിൽ കള്ളവോട്ടുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്റെ അറിവ് എത്ര കണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ, എന്റെ അറിവ് അനുസരിച്ച് ഈവൻ നമ്മുടെ വടക്കൻ മേഖലയിലുള്ള കേരളത്തിന്റെ വടക്കൻ മേഖലയിലുള്ള പല കോൺസ്റ്റിറ്റ്യുവൻസികളിലും സ്ത്രീ പുരുഷ അനുപാതത്തിലെ വോട്ടർമാരുള്ളതിൽ ഹ്യൂജ് ഡിസ്ക്രിപ്പൻസി ഉണ്ട്. ഭയങ്കര വ്യത്യാസമാണ്. കാരണം കേരളത്തിലെ ജനസംഖ്യ അനുശാസിക്കാത്ത വിധമുള്ള വ്യത്യാസം പുരുഷ സ്ത്രീ വോട്ടർമാർക്കിടയിലുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് അതിനൊരു കാരണം. അപ്പൊ ഈ വോട്ടുകളല്ല ഈ സ്ത്രീകൾ ചെയ്യുന്നില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി ആരോപണം വളരെ അപ്രധാനമായ ഒരു വാർത്തയായിട്ട് ഇന്ന് ദേശാഭിമാനി നൽകിയത്? ദേശാഭിമാനിക്ക് അത് തൊടാൻ പറ്റില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കൃത്യമായി കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 15 to 20 ലക്ഷം വോട്ടുകൾ കേരളത്തിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും നിലവിൽ. അത്രയേറെ ഡിസ്ക്രിപ്പൻസി കേരളത്തിലെ വോട്ടർ പട്ടികയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ SIR വരട്ടെ. ഈ SIR-ന്റെ ഒരൊറ്റ കുഴപ്പമില്ല. SIR ബീഹാറിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശശുദ്ധിയുടെ പ്രശ്നം കൊണ്ടാണ്. SIR എന്ന് പറയുന്ന സംഭവം ഇപ്പം തന്നെ SIR കേരളത്തിൽ നടപ്പിലാക്കുന്നത് കൃത്യമായി യാതൊരു ഫോമുകളോ യാതൊരു സംഭവങ്ങളോ ഇല്ലാതെ ഒരു റാൻഡം എക്സസൈസ് എന്ന നിലയിലാണ്. SIR എന്ന് പറയുന്ന സാധനം പല ഫോമുകള് പുതിയ ഫോമുകൾ ആവശ്യത്തിന് ഫോമുകൾ കരുതുന്നില്ല. അത്തരത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു കൃത്യമായ ഒരു തയ്യാറെടുപ്പില്ല തുടങ്ങിയ പല പരാതികൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഞാൻ അനുഭവസ്ഥനല്ല, കാരണം ഞാൻ നാട്ടിൽ കേട്ട വിവരം അനുസരിച്ച് അതൊട്ടും ഒരു പ്രോപ്പർ രീതിയിലല്ല പല കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ന് മാത്രമല്ല, ബീഹാറിൽ SIR തുടങ്ങിയത് തന്നെ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അത് വളരെ പൊളിറ്റിക്കൽ മൂവ് ആയിരുന്നു. ഒരിടത്ത് മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലും ഹരിയാന പോലുള്ള സ്ഥലങ്ങളിലും BJP അഡോപ്റ്റ് ചെയ്ത ഒരു നയം. ഇവിടെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ആഡ് ചെയ്യുകയല്ല വരുന്നത്, ഇത് കൂടുതലും ഡിലീറ്റ് ചെയ്യുകയാണ് ഇവിടെയും വരുന്നത്. കേരളത്തിലും അങ്ങനെ വരികയുള്ളൂ. കാരണം ഇരട്ട വോട്ടുകൾ ആഡ് ചെയ്യുകയല്ലോ, ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം വരുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് ഒരു മോശമായ ഉദ്ദേശത്തോടു കൂടി ഡിലീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉദ്ദേശശുദ്ധിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്ത്യയിലെ വോട്ടർ പട്ടിക കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു പാർക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് കഴിയുമെങ്കിൽ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ വൈകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആധാർ കാർഡിലെ ഒരു ഗുണം, അതായത് ബയോമെട്രിക്കുകൾ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. ബയോമെട്രിക്സ്, അതായത് നിങ്ങളുടെ കണ്ണിന്റെ റെറ്റിനയും നിങ്ങളുടെ വിരലടയാളവും വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ആധാറുമായിട്ട് നിങ്ങളുടെ വോട്ടർ കാർഡുകൾ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തെറ്റായ ഒരു ഇരട്ട വോട്ടോ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിലേക്ക് ചിന്തിക്കാത്തത്? അപ്പം ഈ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അവർക്കത് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ടാണ്. അവർക്കത് ചെയ്യണ്ട. ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ എന്തോ ഒളിക്കാനുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ 100 കഥകളിൽ 2 കഥകൾ തെറ്റായതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കഥകളെല്ലാം തെറ്റാണ്. ശരി. ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിന്റെ പടമൊക്കെ മറ്റൊരാളുടെ പേരിന് നേരെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ക്ലറിക്കൽ എറർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അത് ഒരിടത്തല്ല, പലയിടത്ത്. അതെ, തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗുരുതരമാണ്. പക്ഷേ ഈ പ്രശ്നം ഗുരുതരമായത് 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഉണ്ടായിരുന്ന ഗുരുതരാവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട്. പണ്ട് ചുമ്മാതെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ നൽകുമ്പോൾ സംവിധാനങ്ങൾ കുറവായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിന്റ് ഔട്ട് എടുത്താണ് നൽകുന്നത്. അതെ, അപ്പോൾ അതും ഇലക്ഷൻ കമ്മീഷനെ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ എന്നുള്ള ചോദ്യം അല്ല. ഇപ്പോഴും ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ഡിജിറ്റൽ സാധനം അവൈലബിൾ ആണ്. അത് ഡിസ്ട്രിക്ട് ലെവലിലേ കിട്ടുള്ളൂ, നാഷണൽ ലെവലിൽ കിട്ടില്ല എന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ആവശ്യപ്പെട്ടാൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എനിക്ക് 1-2 കാര്യങ്ങളൊന്ന് പറയാനുണ്ട്, മഞ്ജുഷ ഒന്ന് അനുവദിക്കണം. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ സാരമായ തകരാറിലാക്കിയിരിക്കുന്നു, ബാധിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി മുതൽ ഇവിടെ നമ്മുടെ ചർച്ച നടത്തുന്നവർ വരെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം. ഈ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പരമപ്രധാനം വോട്ടേഴ്സ് ലിസ്റ്റാണെന്നും പറയുന്നു. സംഗതി ശരിയാണ്, വോട്ടർ എന്നുള്ള നിലയിൽ അത് സത്യമാണ്. പക്ഷേ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. 650ഓളം ജീവനക്കാരുള്ള ഇലക്ഷൻ കമ്മീഷൻ അതാത് സ്റ്റേറ്റിലെ ജീവനക്കാർക്കാണ് ഈ ഉത്തരവാദിത്തം കൊടുക്കുന്നത്. അവർ ഓരോ സ്ഥലത്തും BLOയും വയ്ക്കും, BLAമാരോടത്തും പറയും ഇത് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങളുടെ വോട്ട് നിങ്ങളാണോ വോട്ടർ പട്ടികയിലാക്കിയത് അതോ അവിടുത്തെ രാഷ്ട്രീയക്കാരനാണോ? തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്. വളരെ ഒരു 5-10% ആൾക്കാരായിരിക്കും, അല്ലാതെ നേരെ
കളക്ടറേറ്റിൽ പോയി പേരും കൊടുത്ത് ഫോമും ഫില്ല് ചെയ്ത് ചെയ്യുന്നത്. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് എനിക്കിതിനകത്ത് ഉത്തരവാദിത്വമില്ല, എനിക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണം, ഞാൻ ഇലക്ഷൻ നടത്തുന്നതിന് ഫൈറ്റ് ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, അവരുടെ ബൂത്ത് ഏജൻറ്റിനാണ്. BLOയുടെ അതേ ഉത്തരവാദിത്തമാണ് BLAയ്ക്കും. കാരണം അവർ ചെക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെക്ക് ചെയ്യുന്നത്? 100 കോടിയാണ്. 150 കോടി ഉള്ളതിൽ 100 കോടി വോട്ടുണ്ട്, 100 കോടിയിലധികമുണ്ട്. ഈ 100 കോടി വോട്ട് 650 പേര് അവിടെ ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് തമിഴ്നാട്ടിലുള്ളത് പിന്നെ അവിടെ പരാതിയില്ല, കേരളത്തിലുള്ളതിന് പരാതിയില്ല, പശ്ചിമ ബംഗാളിലുള്ളതിന് പരാതിയില്ല. കേരളത്തിലുള്ളതിന് കോൺഗ്രസിന് പരാതിയുണ്ട്. കേരളത്തിൽ മാത്രമാണ് രാഹുൽ അത് ഉന്നയിക്കില്ല. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലും കോൺഗ്രസ് അല്ല. കേരളത്തിൽ പക്ഷേ കേരളത്തിലെ നേതാക്കൾ ഉന്നയിക്കും. അങ്ങനെയാണല്ലോ ആറ്റിങ്ങലിലെ ഇതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ സ്ഥലത്ത് വെച്ച് കീച്ചും, അല്ലാത്തടത്ത് ഇതില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ ഹരിയാനയിലാണ് ഭയങ്കര പ്രശ്നം പറയുന്നത്. ഇതെന്നായിരുന്നു പറയേണ്ടത്? ഇത് സംഭവം നടന്നത് 14 മാസം മുമ്പാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഈ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇലക്ഷനും നടന്ന് തോറ്റും കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് 22,000 വോട്ടിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലാക്കുന്നത്. ഈ 22,000 വോട്ടിൻ്റെ കുറവ് വന്നത് എന്തുകൊണ്ടാണ്? ആം ആദ്മി പാർട്ടി എന്ന പാർട്ടിയെ കൂടെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ജയിക്കുമായിരുന്നു. പക്ഷേ അവരെ കൂട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് അന്ന് ഇലക്ഷൻ നടന്നപ്പോൾ എല്ലാവരും സംസാരിച്ചതും അനലൈസ് ചെയ്തതുമായ കാര്യമാണ്. ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രശ്നം മാത്രം എടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യം തകർന്നു, ഇന്ത്യയുടെ ഭരണഘടന തകർന്നു, അംബേദ്കർജി പ്രിപ്പയർ ചെയ്ത ഭരണഘടന തകർന്നു പോയി എന്നൊക്കെ പറയുമ്പം ഇത് ഇന്ത്യയെ നാറ്റിക്കുന്ന ഏർപ്പാടാണ്. ഞാനൊരു കാര്യം പറയാം. ഇന്ത്യൻ ജനാധിപത്യം തകരാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്തറിയാമോ? രാഷ്ട്രീയ പാർട്ടികൾ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളവരായിരിക്കണം. ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കേണ്ട ആൾ ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രണ്ടാമത്തത് ശശി തരൂരുമാണ്. അവർ രണ്ടുപേര് ഉൾപാർട്ടി ജനാധിപത്യ പ്രകാരം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ളവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ അച്ഛൻ വെച്ചവർ, അല്ലെങ്കിൽ അമ്മ വെച്ചവർ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കൂടിയിരുന്ന് സ്ഥാനം കൊടുത്തവരാണ്. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അല്ല, അതിൽ പറയുമ്പോൾ ഇത് ആദ്യം പാലിക്കണം. ഇത് പാലിക്കാതെ നിങ്ങൾ മറ്റു കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പാർട്ടിയെ നന്നാക്കണം. ഇപ്പൊ ഞാൻ പറയാം, ഹരിയാനയിൽ ഈ അല്ല, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അത് ഈ വിഷയമല്ല കേട്ടോ ശ്രീ വേണുഗോപാൽ. അല്ല, ഈ വിഷയമല്ല. പക്ഷേ ജനാധിപത്യം തകർന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ ഒക്കില്ല. ജനാധിപത്യത്തിൽ ഏറ്റവും അടിസ്ഥാനം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. സംസ്ഥാനങ്ങളിലും അതാത് പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഹരിയാനയിൽ അവിടെ വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ആളുകളെ ചേർക്കുന്നതിൽ കൂടുതലായിട്ടും സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് BJPക്കാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് സ്വാധീനം ചെലുത്താൻ അവിടെ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ലെന്ന് തോന്നുന്നു. അല്ല, എന്താ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ജനാധിപത്യം തകർന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യം പറയണ്ടേ? ഇന്നർ പാർട്ടി ജനാധിപത്യം ഇല്ല. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് മാത്രമല്ല ജനാധിപത്യം. ഇന്ത്യൻ ഗവൺമെന്റിന് ജനാധിപത്യം വേണം, ഇലക്ഷൻ കമ്മീഷന് വേണം, പാർലമെന്റിന് വേണം. പാർലമെന്റിനെ, ഇന്ത്യൻ ഗവൺമെന്റിനെ എല്ലാം നയിക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. TN ശേഷം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ നാട് നന്നാവണമെങ്കിൽ, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആദ്യം ജനാധിപത്യം വേണ്ടത് അതാത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ഇന്നർ പൊളിറ്റിക്സ് വേണം, ഇന്നർ ഡെമോക്രസി വേണം. അത് ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ള ഒരു ഉദാഹരണമായിട്ട്, അല്ലാതെ ഇതല്ല മെയിൻ പോയിന്റ്. ഞാൻ പറയുന്നത് 90 സീറ്റുള്ള ഹരിയാനയിൽ 68% പോളിംഗേ നടന്നിട്ടുള്ളൂ. 67 സംതിങ്ങേ ഉള്ളൂ പോളിംഗ് നടന്നത്. അപ്പോൾ ബാക്കി ഏതാണ്ട് 33% അവിടെ വെളിയിൽ കിടക്കുക വോട്ട്, 32%. അതിനകത്ത് ഈ 25 ലക്ഷം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതിനകത്ത് ആരെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ബൂത്ത് ഏജന്റ് അവിടെ ഇരിക്കുമ്പോഴാണ്. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് ഈ ഇന്ത്യയിലെ 100 കോടി വോട്ടുകൾ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കിലെടുക്കാൻ സുപ്രീം കോടതി കഴിയില്ല, ഇലക്ഷൻ കമ്മീഷൻ ഒരു കാര്യമുണ്ടല്ലോ, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എല്ലായിടങ്ങളിലും ഈ പോളിംഗ് ശതമാനം കുറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം വോട്ടർ പട്ടിക ക്ലീൻ അല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഇരട്ട വോട്ടുകൾ ഒട്ടേറെ ഉണ്ടാവും. അതുകൊണ്ട് അത് പോൾ ചെയ്യാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ വരുന്നത് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഇത്രമാത്രം കുറവുണ്ടാവും. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ന് ഇവിടെ മരിച്ച ആളുടെ കണക്ക് നാളത്തെ പത്രം എടുത്ത് നോക്ക്. പത്രത്തിൽ തന്നെ ഒരു 25 പേരുടെ വരും, അല്ലാതെ വരും. ഒരു 1-2 മണ്ഡലത്തിൽ വരുന്നതാണ്. ഒരു 100 പേര് ഒരു ദിവസം മരിക്കുന്നെങ്കിൽ 10 ദിവസം ആകുമ്പോൾ 1000 പേരായില്ലേ?
അപ്പോൾ ഒരു ഇലക്ഷനിൽ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത ലിസ്റ്റിൽ 10 ദിവസം കഴിയുമ്പോൾ 1000 പേര് മരിച്ചവരാ. അവർ വോട്ട് ചെയ്യില്ല, അത് അവിടെ കിടക്കുകയാണ്. അപ്പോൾ മരിച്ചവരുടെ വോട്ട് ചിലപ്പോൾ വേറെ ആളിൽ ചെയ്തെന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തിൽ ഞാനത് തർക്കിക്കുന്നില്ല. ചിലപ്പം BJP-കാരൻ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പം പക്ഷേ അത് ഏത് പാർട്ടിക്കാരാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റും. അത് ഏത് പാർട്ടിക്കാരനാണ് ചെയ്തെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കോൺഗ്രസ്സുകാരൻ തന്നെയാണോ ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇത് മുഴുവൻ അനാവശ്യമാണ്, അവിടുത്തെ ഗവൺമെന്റ് ഭരിക്കാൻ അവകാശമില്ലാത്തവരാണെന്ന് പറയരുത്. ശ്രീ റോണി കെ ബേബി, ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നതിന് മെറിറ്റ് ശരിയാണ്, വോട്ടർ പട്ടിക ക്ലീൻ അല്ല. ഈ വോട്ടർ പട്ടിക ക്ലീൻ അല്ല എങ്കിൽ ആ വോട്ടർ പട്ടിക ക്ലീൻ ആക്കുവാനുള്ള പ്രവൃത്തികളോട് നിങ്ങൾ സഹകരിക്കാത്തത് എന്താണ്? അതും കൂടി ഉണ്ടല്ലോ. ഇവിടെ വോട്ടർ പട്ടിക ക്ലിയർ ആക്കുവാൻ വേണ്ടി, സുതാര്യമാക്കുവാൻ വേണ്ടി, സത്യസന്ധമാക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോട് കോൺഗ്രസ് എവിടെയാണ് സഹകരിക്കാത്തത്? ഇവിടെ വളരെ കൃത്യമായി തന്നെ ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. രാഹുൽ ഗാന്ധി പലതവണ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ മണിക്കൂറുകൾക്കകം ഈ വോട്ടർ പട്ടികയിലുള്ള ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ആ സോഫ്റ്റ്വെയർ ഞങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഉപയോഗിക്കാൻ തയ്യാറാകാത്തത്? ഇവിടെ ഈ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടുപേരുടെ സ്ഥലം ഒന്ന് തന്നെയാണ്. അതിലേറെ നമുക്ക് അതിനെ രണ്ടിനെ വേർതിരിച്ച് പിന്നെ പറയാൻ കഴിയുന്നില്ല. രണ്ടുപേരും പറയുന്നത് കോൺഗ്രസ് പരാതി കൊടുത്തില്ല, അല്ല രാഹുൽ ഗാന്ധി പരാതി കൊടുത്തില്ല. ഈ ഹരിയാനയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ വളരെ കൃത്യമായി പറയാം. ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ അതിന്റെ ആയി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫലം അട്ടിമറിക്കപ്പെട്ടതാണ്, അത് ആസൂത്രിതമായി വോട്ട് ചോരി നടത്തിയതാണ് എന്ന് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതാണ്. കോൺഗ്രസിന്റെ 16ഓളം സ്ഥാനാർത്ഥികൾ കോടതിയിൽ കേസുകൾ ഫയൽ ചെയ്തതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കേസുകൾ ഫയൽ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി, നിങ്ങൾ കൃത്യമായി തന്നെ കേൾക്കണം, ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ വെബ് ക്യാമറ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വിടണം, പരാതിക്കാർക്ക് പരിശോധിക്കാൻ നൽകണം എന്ന് ബഹുമാനപ്പെട്ട ചണ്ഡീഗഡ് ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ 14 ദിവസത്തിനകം എന്ത് ചെയ്തറിയോ? കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ജനപ്രാതിനിധ്യ നിയമം, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ആ ആക്ടിൽ പറയാത്ത ഇലക്ട്രോണിക് ഡിവൈസുകൾ, CCTV അല്ലെങ്കിൽ വെബ് ക്യാമറ പോലെയുള്ള ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഇപ്പോൾ ഇവർ ആരെ സഹായിക്കാൻ വേണ്ടിയാണ്? ഇപ്പോൾ ഇവിടെ പറയുന്നത് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കാൻ വേണ്ടി സഹകരിക്കുന്നതിന് പകരം ഞങ്ങൾ ആരോപണം ഉന്നയിക്കണം എന്ന് പറയുമ്പോൾ അത് ഇതിനെ പറ്റിയാണ് കേട്ടോ, SIR-നെ പറ്റിയാണ്. SIR-ഉമായിട്ട് നിങ്ങൾ സഹകരിക്കുന്നില്ല, അത് SIR ശരിയല്ല, വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് തുടർച്ചയായിട്ട് പറയുന്നതിനെ കുറിച്ചാണ്. SIR-മായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ, കാരണം നമുക്കറിയാം ആദ്യം ബീഹാറിൽ SIR നടപ്പാക്കാൻ വേണ്ടി വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആ വേ ഓഫ് മോഡ് ഓഫ് ഓപ്പറാൻഡി എന്തായിരുന്നു വളരെ കൃത്യം നമുക്കറിയാം. ആധാർ പോലെ ഡോക്യുമെന്റുകൾ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന റേഷൻ കാർഡ് പോലും അംഗീകരിക്കാത്ത സംവിധാനം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്താണ് ഇലക്ഷൻ കമ്മീഷൻ കുറച്ചെങ്കിലുമൊക്കെ, ഞാൻ പൂർണ്ണമായും എന്ന് പറയുന്നില്ല, എന്നിട്ട് അവസാനം പട്ടിക വന്ന് എന്ത് ചെയ്തു? 48 ലക്ഷം ആളുകൾ. അതിനകത്ത് തന്നെ എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നു. ആ മരിച്ചവരെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒഴിവാക്കപ്പെട്ട ആളുകൾ അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന്, അതുപോലത്തെ ആയിരക്കണക്കിന് 10,000-കണക്കിന് കേസുകൾ എത്തിയുണ്ട്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട വാർത്തകൾ ദേശീയ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പോഴും ഞങ്ങളെ കാണാം. അത് പരിശോധിച്ചു കഴിഞ്ഞാൽ മഗധ റീജിയൻ BJP-ക്ക് അല്ലെങ്കിൽ JDU-വിന് വ്യക്തമായ മുൻതൂക്കമുള്ള മഗധ മേഖലയിൽ എന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സീമാഞ്ചൽ പോലെയുള്ള മേഖലകൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കൂട്ടത്തോടെ വോട്ടർമാരെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ഈ SIR-ന്റെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി. 1985 ആസാം കരാർ തൊട്ട് BJP ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആസാമിൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം, ഇവിടെ ഈ പറയുന്ന പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് ആസാമിൽ മാത്രം ഈ പറയുന്ന ഇത് നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ ഈ SIR നടപ്പാക്കുന്നില്ല? അപ്പോൾ വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ SIR ആസാമിൽ ഇത് നടപ്പാക്കാൻ വേണ്ടി ഭയപ്പെടുന്നത്? കാരണം BJP അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യം വളരെ വ്യക്തമാണെങ്കിൽ, അവർ ആഗ്രഹിക്കുന്നത് വോട്ടർ പട്ടികയുടെ വളരെ കൃത്യമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ശുദ്ധീകരണമാണെങ്കിൽ അവർ ആദ്യം ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് പറയുന്നത് ആസാമിലായിരുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് അത് ഏറുപടക്കമായി മാറിയോ? ഒരു ഏറുപടക്കമല്ല, ഈ വരാൻ പോകുന്ന പല ബോംബുകളുടെ മുന്നോടി തന്നെയാണിത്. ഇപ്പോൾ എന്ത് മൂന്നാം ഘട്ടമാണ് രാഹുൽ ഗാന്ധി, അല്ലാതെ രാഹുൽ ഗാന്ധി പുതിയ ആരോപണമല്ല. ആദ്യം ഓഗസ്റ്റ് 6-ാം തീയതി വന്നു, സെപ്റ്റംബർ 18-ാം തീയതി വന്നു. ഇത് മൂന്നാമത്തെ കൃത്യമായ ആരോപണോ? ഇന്ത്യയിലെ ജനങ്ങൾ വളരെ കൃത്യമായി തന്നെ വിശ്വസിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ പ്പെട്ടു എന്ന്.
പിന്നെ ഇവിടെ ചോദിക്കുകയുണ്ടായി കോൺഗ്രസിന്റെ ഇലക്ഷൻ ഏജന്റുമാർ എവിടെ പോയി എന്നുള്ളത്. മഹാരാഷ്ട്ര ഇന്ന് വരെ BJPക്ക് അതിനകത്ത് കൃത്യമായി അല്ലെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 6 മണിക്ക് ശേഷം ഇലക്ഷന്റെ കൺക്ലൂഡിംഗ് ടൈം കഴിഞ്ഞ് അല്ലെങ്കിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞ് പുതുതായി 75 ലക്ഷം ആളുകളാണ് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 58% പോളിംഗ്. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന്റെ 1 മണിക്കൂർ മുമ്പ് വരെ ഈ പറയുന്ന കൃത്യമായി തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് ശതമാനം. 58% കൗണ്ടിങ്ങിന്റെ 1 മണിക്കൂർ മുമ്പ് 66% എത്തി. വളരെ കൃത്യമായി ആസൂത്രിതമായ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഒരു സംശയം വേണ്ട. ശരി, ഏറുപടക്കമായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ശ്രീ പണിക്കർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ടൂളുണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, സീഡാക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡീഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല. അതിനെപ്പറ്റിയുള്ള ചോദ്യം വരുമ്പോൾ പല കാരണങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്. ഇപ്പോൾ ഒടുവിൽ SIR വന്ന സമയത്തും ഇത് ഹൗസ് ടു ഹൗസ് വിസിറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ ആക്യുറസി കിട്ടും. പിന്നെ നിലവിലെ വോട്ടർ പട്ടികയിൽ ഈ ഫോട്ടോകളിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാവും. അതുകൊണ്ട് ഈ ടൂൾ ഉപയോഗിക്കാൻ, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ വാദം ഇപ്പോഴും ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതാണല്ലോ ഈ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ, അതിൽ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷനും വരും, അത് എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല എന്ന സംശയം ഉയരുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പ്രശ്നം ഉന്നയിച്ചത് നന്നായി. ആ മെറിറ്റിലേക്ക് കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണത്തിന് കൂടി ഉപയോഗിക്കുന്ന ഒന്നായി മാറും. നിലവിൽ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വാസ്തവമുണ്ടല്ലോ. കാരണം അവിടെ ഫോട്ടോ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, ഇരട്ട വോട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അത് വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമായി നിൽക്കുന്നത്. അല്ല മഞ്ജുഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. SIR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തി കോടതിയുടെ അനുമതിയോടുകൂടി ഓൾറെഡി നടക്കുകയാണ്. അതിൽ ഉള്ള കാര്യം തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ വഴിയും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ SIR എന്ന് പറയുന്നതിനോട് തന്നെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ലാഷ് നിലവിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടാകുന്നത് ഇതേപോലെ കുറേ ആൾക്കാർ ഇതിനകത്ത് നിന്ന് പുറത്ത് പോവുകയാണ്. അത് നേരിട്ടുള്ള വെരിഫിക്കേഷനോട് കൂടി സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ട് മാത്രമല്ല നടത്തേണ്ടത് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയും നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നതിന് കോടതിയുടെ കൺകറൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് ഇത് ആസാമിൽ ഇത് ചെയ്യാത്തത് എന്ന് ശ്രീ റോണി കെ ബേബി ചോദിച്ചു. ആസാമിൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ഉത്തരവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ വർഷം ജസ്റ്റിസ് വിക്രംനാഥിന്റെ ഓർഡർ ഉണ്ട് 2024. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ആസാമിലെ SIRന് എക്സംഷൻ ഉണ്ട്. കാരണം ആസാമിൽ നമുക്കറിയാവുന്നതുപോലെ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു NRC പ്രോസസ് ഉണ്ട്. അവിടെ പിന്നെ സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്യുന്നതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. SIR നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ് എല്ലാം റീഡു ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ലിറ്റിഗേഷന്റെ ഭാഗമായിട്ട് 2019 മുതൽ ഉള്ള കുറേയധികം കാര്യങ്ങളിൽ തീർപ്പാക്കാതെ അവിടെ SIR വേണ്ട എന്ന് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിധിയുള്ളതാണ്. എന്നിട്ട് പിന്നെയും സുപ്രീം കോടതി എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നില്ല എന്നൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയുക. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നു മറ്റേ CCTV ഫുട്ടേജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേന്ദ്ര സർക്കാർ ആ നിയമം കൊണ്ടുവരുന്നത് സുപ്രീം കോടതി PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2013 ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷനിൽ എടുക്കുന്ന വെബ്കാസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ CCTV ഫുട്ടേജോ പബ്ലിക്ലി ആക്സസിബിൾ ആയിട്ട് ഒരാൾക്കും അവൈലബിൾ ആക്കാൻ പറ്റില്ല അൺലെസ് ദർ ഇസ് എ കോർട്ട് ഓർഡർ. അപ്പോൾ കോൺഗ്രസിന് എന്താ ചെയ്യേണ്ടത്? പരാതിയുള്ള കേസുകളുണ്ടെങ്കിൽ ഇലക്ഷൻ ചട്ടപ്രകാരം പരാതി എപ്പോഴാണോ കൊടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഇതൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിസർവ് ചെയ്യാനായിട്ട് നിയമപരമായിട്ടുള്ള ബാധ്യത ഈ ഇലക്ഷൻ കമ്മീഷനുണ്ട്. അത് കോടതിയാണ് പറയുക, കോർട്ട് മോണിറ്റേർഡ് ആണ്. അത് പല കേസുകളിലുണ്ട്. 2013 അത് ഒറിജിനലി വന്നിരിക്കുന്നത്. 2017 ഡോക്ടർ ഷെർപ്പ കേസിൽ ഇത് വീണ്ടും വന്നിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ. അതിലും കോടതി ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് CCTV ഫുട്ടേജ് അങ്ങനെ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ സിബി മറ്റൊരു കാര്യം കൂടി ഇവിടെ ഉന്നയിച്ചിരുന്നു. ഡിജിറ്റൽ ഫോർമാറ്റിൽ എന്തുകൊണ്ട് വോട്ടർ പട്ടിക നൽകുന്നില്ല? ഈ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുമ്പോൾ അത് വെരിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത് കണ്ടെത്തുവാൻ ഏറെ സമയം വേണ്ടി വരുന്നത്, പാർട്ടായിട്ട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അതും തെറ്റായ വാദമാണ്. കാരണം ഡിജിറ്റലായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് മെഷീൻ റീഡബിൾ ആയിട്ട് കൊടുക്കരുതെന്നാണ്. ഡിജിറ്റലായിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്യാമല്ലോ. ഇപ്പൊ ഇന്നലെ ഈ പ്രശ്നം വന്നിരുന്ന സമയത്ത് അതിൽ ഈ സ്വീറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെയൊക്കെ ചിത്രങ്ങളും അതിന്റെ കാർഡും വന്നിരുന്നപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് എന്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ എനിക്ക് എവിടുന്ന PDF കിട്ടിയത്? ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കിത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള PDF എന്ന് പറയുന്നതും സാധാരണ PDF എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. കോടതി കമൽനാഥ് കേസിൽ
കോൺഗ്രസ് നേതാവ് കമൽനാഥ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ കമൽനാഥ് കേസിലെ സുപ്രീം കോടതിയുടെ ഉത്തരവാണ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് ഇത് കൊടുക്കേണ്ടതില്ല, മറിച്ച് അത് സെർച്ചബിൾ PDF കൊടുത്താൽ മതി, നിങ്ങൾക്ക് ടെക്സ്റ്റ് പിന്നെ സെർച്ച് ചെയ്യാം, അത് കിട്ടും. ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ കിട്ടും അത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കിട്ടും, നമ്മുടെ നാട്ടിലത്തേത് കിട്ടും. അതുകൊണ്ടാണല്ലോ അത്തരമൊരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശ്രീധരന് മറുപടിയും നൽകി കഴിഞ്ഞു. അവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ത് വൈഷമ്യമാണുള്ളത്, എന്ത് തടസ്സമാണുള്ളത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒരു സെക്കൻഡ്, സിബിയാനുള്ള മറുപടി. മഞ്ജുഷ, ഇതിനകത്ത് PDF കൊടുക്കുക എന്ന് പറയുന്നതും മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. PDF കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഈ ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താനുള്ള ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ സഹായിക്കത്തക്ക രീതിയിലുള്ള ഒരു ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലി ഇതിന്റെ 10-1 സമയം കൊണ്ട് അല്ലെങ്കിൽ 100-1 സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ ഒരു PDF എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ഒരു സെർച്ച് ആൻഡ് ഫൈൻഡ് മാത്രമേ ഉള്ളൂ. ആ സെർച്ച് ആൻഡ് ഫൈൻഡ് കണ്ടെത്താൻ പറ്റുന്നത് നമുക്ക് ഓൾറെഡി ഡ്യൂപ്ലിക്കേഷനെ പറ്റി അറിവുള്ളപ്പോഴാണ്. ഈ ഡ്യൂപ്ലിക്കേഷനെ പറ്റി നമ്മൾ അറിവില്ല, നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്രയും ബൂത്തുകളിലെ ഇത്രയേറെ വോട്ടുകളിൽ ഈ പറഞ്ഞതുപോലെ സംഭവം കണ്ടെത്തുക എന്ന് പറയുന്നത് നിഷ്പ്രയാസമല്ല. എന്റെ ഏറ്റവും പ്രധാന സംശയമൊന്നുമല്ല ഇതെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ആധാർ കാർഡ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാത്തത്? ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബയോമെട്രിക്കുകൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡ്യൂപ്ലിക്കേഷനും ഒഴിവാകും. ഇത്തരം ഒരു തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഒന്നാമത്തെ കേസ്. ഇനി രണ്ടാമത്തത്, എനിക്ക് ശ്രീധരനോട് അടക്കം ചോദിക്കാനുള്ള ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലയളവിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെയും പേരിൽ അവർക്ക് ഇതിനുശേഷം ക്രിമിനൽ കുറ്റങ്ങളിൽ അവരെ വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ആ നിയമം എന്തിനാണ്? ആ നിയമം വന്നത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ കുറ്റകൃത്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനകത്ത് അഴിമതി ചെയ്യാൻ, മാനിപ്പുലേഷൻ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് ധൈര്യം കൊടുക്കുന്ന ഒരു നിയമമായിട്ടല്ലേ അത് കൊണ്ടുവന്നത്? അപ്പൊ അങ്ങനെ 2-3 സംഭവങ്ങളുണ്ട് അതിനകത്തൂടെ. ഞാൻ മറുപടി പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ അത് കിട്ടണമെന്നാണ്. ഞാൻ പറഞ്ഞത് കൊടുക്കേണ്ടെന്ന് സുപ്രീം കോടതിയാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? സുപ്രീം കോടതിയിൽ അത് ഫ്രഷ് പെറ്റീഷൻ മൂവ് ചെയ്യണം, എന്നിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് ഇന്നതുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് പുതിയൊരു ഓർഡർ കിട്ടുക എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അതിനെന്താ ചെയ്യുക? പരാതിയുള്ള ആൾക്കാർ കോടതിയിൽ പോകണം. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ? കോടതിയിലെ ജഡ്ജിമാരെ ഞാൻ പറയുന്ന പത്രസമ്മേളനം കാണുന്നുണ്ട്, പക്ഷെ പരാതി കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? റെസ്പോൺസിബിൾ പാർട്ടിയാണെങ്കിൽ കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ തരണം, കാരണം ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം. 2, പല പൊസിഷനുകളിലും, അതായത് ചീഫ് വിജിലൻസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പല പൊസിഷനുകളിലും ഇരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ടേമിൽ എടുക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള തീരുമാനങ്ങളുടെ പേരിലാണ് പ്രൊട്ടക്ഷൻ. അല്ലാതെ അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്താലോ അവർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കാര്യം നിയമപരമായിട്ട് അവരുടെ ഡ്യൂട്ടിയിലുള്ള കാര്യങ്ങൾ അല്ലാതെ ചെയ്തു കഴിഞ്ഞാലോ പ്രൊട്ടക്ഷൻ ഇല്ല. അതായത് ആ നിയമത്തിൽ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഔദ്യോഗികമായിട്ടുള്ള ഏത് തീരുമാനത്തിനും നിങ്ങൾക്ക് പരിരക്ഷ ഉണ്ടെന്നാണ്. അത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും കൊടുക്കുന്ന പരിരക്ഷയാണ്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നിർഭയമായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് പേടിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിടത്ത് ഒരു ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ ആ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ഇലക്ഷന്റെ തലേ ദിവസം ഒരു സംഘർഷം ഉണ്ടാകുന്നു. ആ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അടുത്ത ദിവസം വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എത്ര ഡ്യൂപ്ലിക്കേഷൻ വന്നാലും എത്ര ഫോട്ടോകൾ ഉപയോഗിച്ചാലും, അല്ല ഒരേ ഫോട്ടോ തന്നെ പല പേരുകാർക്ക് നേരെ ഉപയോഗിച്ചാലും ഒക്കെ ആ പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അതിലൊന്നും ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യം വരുന്നില്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന കാര്യം വരുന്നില്ല. അല്ല, ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ഈ വോട്ടർ പട്ടികയിൽ ഇത്രമാത്രം അബദ്ധങ്ങൾ കയറി കൂടുമ്പോൾ അതിന് ആർക്കും ഉത്തരവാദിത്വമില്ലാതെ മാറുകയാണ്. അല്ല, നോക്കൂ, അതിലെ പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ കസ്റ്റോഡിയൻ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടേതൊരു ഒരു പാർട്ടിസിപ്പേറ്ററി സിസ്റ്റം വഴിയാണ് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിന്റെ കസ്റ്റോഡിയൻ ആണ്, അതിന്റെ ഓണറാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് പാർട്ടിസിപ്പേറ്ററി ആണ്, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് വഴിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന്റെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും ഓരോ ഡ്രാഫ്റ്റ് നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെരിഫൈ ചെയ്യാൻ കൊടുക്കുന്നത്? എന്തിനാ? എന്നാൽ പിന്നെ കൊടുക്കണ്ടല്ലോ. അതായത് നിങ്ങൾക്ക് ഇത്ര നാൾ തരുന്നു, തന്നതിന് ശേഷം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇതൊരു സൈക്കിളിൽ ചെയ്യുന്നത് എന്തിനാ? പാർട്ടിസിപ്പേറ്ററി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയിലുള്ള കോടിക്കണക്കിനായിട്ടുള്ള വോട്ടർമാരുടെ ഡീറ്റെയിൽസ് എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നതിനുള്ള ഓഫീസർമാരോ അതിന് വളരെ പരിമിതമായ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഓരോ സംസ്ഥാനത്തുമാണ് തയ്യാറാക്കുന്നത്. അത് ശരിയാണ്. ശ്രീ റോണി കെ ബേബി, ഇവിടെ എന്താ പ്രശ്നം? ഈ ഏജന്റുമാർക്ക്, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് നിങ്ങൾ പരിശീലനം കൊടുക്കുന്നതിന്റെ കുറവാണോ?
നിങ്ങളുടെ ഏജന്റുമാർ പ്രതികരിക്കാത്തത് കൊണ്ടാണോ, അതോ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കാട്ടുന്നു പക്ഷേ അംഗീകരിക്കുന്നില്ല, ഇതാണോ പ്രശ്നം? ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കര്, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു ആർഗ്യുമെന്റിലേക്ക് കടന്നിട്ട് ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ഒരു കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വെബ് ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയുള്ളൂ. എന്നോട് വളരെ കൃത്യമായി പറഞ്ഞതാണ്, ഹരിയാന ഇലക്ഷൻ റിസൾട്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ചണ്ഡീഗഡ് ഹൈക്കോടതിയിൽ ഹർജി നൽകുകയും ആ ചണ്ഡീഗഡ് ഹൈക്കോടതി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞതാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർക്ക് പരാതിക്കാർക്ക് കൊടുക്കാനായിട്ട്. ആ ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ ആഴ്ചകൾക്കുള്ളിൽ എന്ത് ചെയ്തു, കേന്ദ്ര നിയമ മന്ത്രാലയം പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്ന് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെന്റ് ചെയ്തുകൊണ്ട് ഇത് പുറത്തു കൊടുക്കാൻ പാടില്ല അമെന്റ് ചെയ്തു. ഞാൻ വളരെ ഹർജിയുടെ ഡേറ്റ് ഉൾപ്പെടെ ആരാണ് ഹർജി കൊടുത്തതെന്ന് ഉൾപ്പെടെ കൃത്യമായി പറയാം. ഒന്ന്. രണ്ട്, അദ്ദേഹം ആസാമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെമ്പാടും SIR നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം വരുന്നത് ജൂൺ മാസം 24-ാം തീയതിയാണ്. ആ ജൂൺ മാസം 24-ന് ഇന്ത്യയിലെമ്പാടും, അതിനുശേഷം ഒരു സുപ്രീം കോടതി വിധിയും വന്നിട്ടില്ല. തന്നെ ഈ ചോദ്യം വന്നപ്പോൾ ഈ ജ്ഞാനേഷ് കുമാറിനോട് ചോദ്യം ചോദിച്ചു ഈ പത്രമാധ്യമ സുഹൃത്തുക്കൾ, എന്തുകൊണ്ടാണ് ആസാമിൽ SIR നടപ്പാക്കാത്തത്? അദ്ദേഹം പറഞ്ഞത് ക്ലിയറിംഗ് ഓഫ് സിറ്റിസൺഷിപ്പ് അവിടെ ആസാമിലെ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ തന്നെ പ്രതിപക്ഷ പ്രശ്നം വരികയാണ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ SIR-നെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരത്വ രേഖയിലേക്കുള്ള ഒന്നാമത്തെ കടമയാണ് SIR. ഇത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവിടെ കൃത്യമായി പറഞ്ഞു. അപ്പൊ എന്തിനാണ് 2024 ലോക്സഭ അദ്ദേഹം പറയുന്നത് ഫണ്ടമെന്റലി തെറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ജൂണിന് ശേഷം വിധി ഉണ്ടായിട്ടില്ല എന്നാണ്. ഒക്ടോബർ 2024 ഞാൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ചിന്റെ വിധി. ജൂൺ 25-നാണ് SIR ഉത്തരവ്. ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 സ്പെസിഫിക്കലി ആസാമിനെ അഡ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാം. അതിന് പുറമെ വേറൊരു വിധി വേണം സാർ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഓവർറൂൾ ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി വിധി എങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്? 2024 അല്ല, 2025 ജൂൺ. സാർ അത് ആയിക്കോട്ടെ, പക്ഷെ 2024 സുപ്രീം കോടതിയുടെ വിധി അവിടെ ഫൈനാലിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, അത് 2025 വിധിയെ കുറിച്ച് പറയുന്നത് അതേതാണ്? അങ്ങനെയല്ലേ നിയമം? ഞാനിപ്പോ നമ്മുടെ നിയമം പഠിപ്പിക്കാൻ പറ്റുമോ? ഇലക്ഷൻ കമ്മീഷൻ ഓർഡർ ഓൾ ഇന്ത്യയിൽ മുഴുവൻ ആയിക്കോട്ടെ സാർ, സബ്ജക്ട് ടു സുപ്രീം കോടതിയുടെ കണ്ടീഷൻ അല്ലേ? അതായത് ഞാൻ ഒരു കാര്യം പറയാം. സുപ്രീം കോടതി ഒരു വിധി പറയുന്നു, ആ വിധിയെ മറികടന്നുകൊണ്ട് ഇന്ന് കേരള ഗവൺമെന്റിന് ഒരു നിയമം പാസ്സാക്കാനായിട്ട് കഴിയുമോ? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. അല്ലല്ല, ഞാൻ ചോദിക്കാം, ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ആസാമിന് ഒരു സെക്കൻഡ്, അങ്ങനല്ല താങ്കൾ അത് മനസ്സിലാക്കുന്നതിന്റെ പ്രശ്നമാണ്. ആസാമിന് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ സുപ്രീം കോടതി ഇടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് നടപ്പാക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുകയും ചെയ്താൽ സുപ്രീം കോടതിയുടെ വിധി അത് മറികടക്കുന്നു എന്നാണോ താങ്കൾ ധരിക്കുന്നത്? SIR-മായി ബന്ധപ്പെട്ടുള്ള ഒരു വിധിയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 2024 ഒക്ടോബറിൽ ജസ്റ്റിസ് വിക്രംനാഥിന്റെ ബെഞ്ച് എന്ന് പറയുമ്പോൾ താങ്കൾ ഇല്ല എന്ന് പറഞ്ഞ കണ്ണട ചിരിട്ടാക്കുന്നതിന് തുല്യമല്ലേ? ഈ പറയുന്ന സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് സുപ്രീം എക്സംഷൻ എന്നാണ് പറയുന്നത്. പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി വിധികൾ കൃത്യമായ ബോധ്യത്തിൽ Assam's unique citizenship metrics cannot be shoehorned into a one-size-fits-all SIR. Any overlap risks contempt of our NRC orders. ജസ്റ്റിസ് നാഥിന്റെ ഓർഡറാണ്. ആ ഓർഡറിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അത് പറഞ്ഞതിന് ശേഷവും അത് എങ്ങനെ ഇല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സാർ ചർച്ച സാധ്യമാകുന്നത്? പോയിന്റ് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ വിധിയിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുന്ന സമയത്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കൗണ്ടർ ആർഗ്യുമെന്റ്. എന്നാണ് ഇന്ത്യയിലെ ഈ നമ്മളെ SIR എന്ന വാക്ക് തന്നെ കേൾക്കാൻ തുടങ്ങി. അത് പരിശോധിക്കുക. അതല്ലല്ലോ താങ്കൾ ഇതുവരെ പറഞ്ഞത്. ഗോൾ പോസ്റ്റ് മാറ്റില്ലേ? ഇതിൽ വേറെയും കാര്യങ്ങൾ പറയാനുണ്ട്. താങ്കളിലേക്ക് വരാം. ശ്രീ മോഹൻ ബഗീസ് ഇവിടെ അല്ലല്ല, കോടതിയിൽ പോകാൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ല. അപ്പോൾ രാഹുൽ പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിലവിലെ കോടതി വിധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്നതിന് ശ്രമിക്കുന്നില്ല. SIR-നെ അപ്പാടെ എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടെയാണ് ഈ വോട്ട് ചോരി ആരോപണവുമായി വരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം തന്നെ ഇവിടെ ഒരു വലിയ മുമ്പിൽ പോയില്ലെന്നാ പറയുന്നത്. 30 സെക്കൻഡ് ഇവിടെ ആര് കോടതിയിലും പിന്നെ നിയമത്തിന് മുമ്പിൽ പോയില്ലെന്നാ പറയുന്നത്. മഹാരാഷ്ട്രയിലെ കേസുമായി ബന്ധപ്പെട്ട് എത്രയോ കേസുകൾ ബോംബെ ഹൈക്കോടതിയിലുണ്ട്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഹരിയാനയിലെ കേസ് എന്താണെന്നറിയോ? ഹരിയാനയിലെ കേസ് വ്യാജ വോട്ടർമാരെ കുറിച്ചല്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അവിടുത്തെ 20 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരിക്കുന്ന ഫലത്തിനെ കുറിച്ച് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ടുള്ള കേസാണ്. 20 കേസ്. ആ കേസ് നടക്കുന്നുണ്ട്.
അതല്ലാതെ ഉണ്ടായിരുന്ന 5 പരാതികളാണ് കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നത്. ആ 5ഉം കോടതി സെറ്റിൽ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് അതിൽ അപ്പീലിന് പോയിട്ടില്ല. വെറുതെ എന്തിനാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഫാക്ട് ഉണ്ടല്ലോ, സാർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2 കോടി വോട്ടർമാരുള്ളപ്പോ അത് 25 ലക്ഷം വ്യാജമാണെന്ന് പറഞ്ഞാൽ 8-1 വ്യാജമല്ലേ? 8-1 വ്യാജമല്ലേ? എന്നിട്ട് ഒരു പരാതി കൊടുത്തോ? 8-1 വ്യാജമല്ലേ? പരാതി കൊടുത്തോ? 8 വോട്ടർമാരിൽ ഒരാൾ വ്യാജമായിട്ട് കടന്നുകൂടിയിട്ടുണ്ട് രാഹുൽ പറയുന്നത്. ശരി, വഴിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന ഓരോ 8-ൽ ഒരാളും വ്യാജനാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്നലത്തെ കണക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും നടത്തിയിരിക്കുന്ന ഫാക്ട് ചെക്ക് കണ്ടോ? ശ്രീ സിബി കണ്ടു കാണുമല്ലോ. അല്ല, ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, നിങ്ങള് തന്ത്രപരമായിട്ട് നിങ്ങൾ ഈ നുണ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് BJP ആഭിമുഖ്യമുള്ള പത്രമല്ല എന്ന് ചുരുങ്ങിയത് ശ്രീ സിബി സത്യൻ സമ്മതിക്കും അല്ലെ? BJP ഒരു സെക്കൻഡ് BJP ആഭിമുഖ്യമല്ല ഉള്ള പത്രമല്ലാത്ത BJP ആഭിമുഖ്യമില്ലാത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഫാക്ട് ചെക്ക് വഴി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നുണയാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു 30 സെക്കൻഡ് സമയം ഞാൻ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് പറഞ്ഞാൽ മുന്നിൽ അത് കൗണ്ടർ ചെയ്യണം. എനിക്ക് ഒന്ന് തിരിച്ച് സംസാരിക്കാനുള്ള ഇതാ ഈ രാജ്യം ഇന്ന് നേരിട്ടുള്ള പ്രശ്നം. നിങ്ങൾ താങ്കൾ പറഞ്ഞത് നുണയാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നം. കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ബാക്കിയുള്ളത് അംഗീകരിച്ചോണം. ഞാൻ പറഞ്ഞ കോടതി വിധി നിങ്ങളല്ലേ അംഗീകരിക്കാത്തത്? കോടതി വിധി പോലും അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി തയ്യാറല്ല. ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് അതാണ് ഈ നാട്ടിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. സുഭാഷ് കുറ്റക്കാർക്ക് അനന്ത് നിയമസഭാ മണ്ഡലത്തില് ഈ പറയുന്ന ഗുലേഷ് കുറ്റക്കാർ BJP സ്ഥാനാർത്ഥിക്കെതിരെ ജാമ്യത്തിലെത്തിക്കാം. അതുകൊണ്ട് 5000 കുട്ടികൾ അതാണോ 25 ലക്ഷം വ്യാജ വോട്ടർമാർക്കെതിരെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസ്? പരാതി കൊടുത്തിട്ടില്ല, അല്ല കോൺഗ്രസ് പരാതി കൊടുത്തിട്ടില്ല എന്നതിനുള്ള മറുപടിയാണ് കോണി നൽകുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്, വോട്ട് ചോരിയിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് കോണി പറയുന്നത്. ചുമ്മാ നുണ പറയല്ലേ. നിങ്ങൾക്ക് റിബലുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഹരിയാനയിൽ ഒരു 2 ഡസൻ സീറ്റുകൾ നിങ്ങൾ തോറ്റത് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റിബലുകളുടെയും കോൺഗ്രസിന്റെയും വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ BJPയേക്കാൾ ബഹുദൂരം മുന്നിലാണ് അല്ലേ? അതിന് ഫാക്ട് എന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് സാർ നുണ പറയുന്നത്? പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് അദ്ദേഹത്തിന് പോയിന്റ് പറയാനുണ്ടാവുമല്ലോ. ആർഗ്യുമെന്റ് മുഴുവൻ തെറ്റാണെങ്കിൽ ഖണ്ഡിക്കണ്ടേ? സുപ്രീം കോടതി വിധിയെ പോലും അംഗീകരിക്കാതെ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന ആള് പറയുന്നത് കേട്ട് വിഴുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സാറേ. അല്ല, എന്ത് മര്യാദയാണ് നിങ്ങൾ ഇല്ലാന്ന് പറയുന്ന നുണയാണ്. അല്ല, എന്ത് പരാതിയാണ് കോൺഗ്രസ് കൊടുത്തതെന്ന് കോണി പറയട്ടെ. 25 ലക്ഷം വോട്ടർമാർ വ്യാജ വോട്ടർമാർ 19 ലക്ഷം ഇലക്ഷൻ കമ്മീഷന്റെ റൂളിംഗ് ഒരു 10 കൂടുതൽ വോട്ടർമാരുണ്ടെങ്കിൽ ഫീൽഡ് വെരിഫൈ ചെയ്ത് അങ്ങനെ വോട്ടർമാവുന്ന ഇലക്ഷൻ കമ്മീഷൻ നോംസപ്പോൾ ഒരു അഡ്രസ്സിൽ തന്നെ 100-150 അതാണ് ഞാൻ പറയുന്നത്. വായിക്കട്ടെ, ഇനി ഞാൻ പറഞ്ഞ കേക്കോ? മഞ്ജുഷ്, ഇനി ഞാൻ മറുപടി പറയട്ടെ ആ പറഞ്ഞതിന്? തീർക്കട്ടെ പറഞ്ഞു. ശരി, തീർക്കട്ടെ. എന്നിട്ട് എനിക്ക് അവസരം തരണം. എവിഡൻസ് കൊണ്ടുവന്നിട്ട് അന്ന് പരാതി കൊടുത്തില്ല, നിങ്ങൾ അന്ന് പരാതി കൊടുത്തില്ല. സാങ്കേതിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഒരു സെക്കൻഡ്. ഹദൽ അസംബ്ലി എനിക്കറിയില്ല. നോക്കൂ, ഹദൽ അസംബ്ലി ഹൗസ് നമ്പർ 150-ൽ 66 വോട്ടുകൾ എന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞു. അത് വ്യാജ വോട്ടുകളാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടറെ അവർ ഈ സ്ഥലത്തേക്ക് വിട്ട് ഈ വീട്ടിൽ ഇവർ ചെന്നപ്പോൾ രാജ്പാൽ ഗുധ്രാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ വീടാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കണം. അവിടെ അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാരും ഗുധ്രാനയിലേക്ക് വന്നത് സിഖ വില്ലേജിൽ നിന്ന് 80 വർഷം മുമ്പാണ്. അവരെല്ലാവരും വിവാഹം കഴിച്ച് അവിടെ സെറ്റിൽ ചെയ്തു. 10 ഏക്കർ സ്ഥലം അവർക്കുണ്ട്.
അതിൽ 5 ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തി 5 ഏക്കർ സ്ഥലത്ത് അവർ കുടുംബമായിട്ട് താമസിക്കുന്നു. 1986 അവർ വീട് വെച്ചു, ഹൗസ് നമ്പർ 150. 4 ജനറേഷൻസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒന്നിച്ചാണ് അവിടെ താമസിക്കുന്നത്. അവിടെ ഒരു കള്ളത്തരവുമില്ല. അവിടെയുള്ള ആൾക്കാരാണ് ഈ 66 വോട്ടർമാരും. കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. 2, രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹൗസ് നമ്പർ 265 ഒറ്റ വീട്ടിൽ 501 വോട്ടർമാർ. ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ പോയി നോക്കിയപ്പോൾ അത് കിഷ്ണി സറൌട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിന്റെ വീടാണ്. ആ ലേഡിയുടെ ഹസ്ബൻഡിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പണ്ട് 30 ഏക്കർ സ്ഥലം വാങ്ങിയതിനു ശേഷം ഉണ്ടാക്കിയ വീട്. അതിനുശേഷം ആ പ്ലോട്ട് അവർ പലതായി തിരിച്ചു വിറ്റു. വിറ്റതിൽ 200 വീടുകളും, ഈ 30 ഏക്കർ സ്ഥലത്ത് 200 വീടുകളും 3 സ്കൂളുകളുമുണ്ട്. ഇതിനെല്ലായിടത്തുമുള്ള ആൾക്കാർക്ക് ഇവരുടെ ഹൗസ് നമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയുള്ള വോട്ടർമാർ മുഴുവനും ഈ പ്ലോട്ടിനുണ്ടായിരുന്ന ഒറിജിനൽ ഹൗസ് നമ്പറിലുള്ള 501 വോട്ടർമാരാണ്. ഇതെങ്ങനെ വ്യാജ വോട്ടാകും? റിപ്പോർട്ട് വന്നതാണ്. അത് ഫാക്ട് ചെക്കുമായിരുന്നു. ശരി, അപ്പോൾ ബീഹാർ മാത്രമാണോ ലക്ഷ്യം? ഇന്നലെ തന്നെ ഈ വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നതിന് പിന്നിൽ ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ ബീഹാർ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് കൃത്യം ഒരു 15-17 മണിക്കൂറുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് പറയുകയാണ്, ഇവിടുത്തെ സംവിധാനത്തിന്, ഇവിടുത്തെ ഭരണഘടനാപരമായ മെഷീനറി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ സെൻട്രലൈസ്ഡായി വോട്ട് ചോരി നടത്താനുള്ള സാഹചര്യമൊരുക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനമാണ്, സ്പേസ് ക്രിയേഷൻ. ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഒരു ചിത്രങ്ങൾ, ഒരേ ചിത്രങ്ങൾ, അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടുവരാം, സോഫ്റ്റ്വെയർ എറർ കൊണ്ടുവരാം, പല കാരണങ്ങളാൽ വരാം. പക്ഷേ ആളുകൾക്ക്, യഥാർത്ഥ വോട്ടർ അല്ലാത്ത ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന ഒരു ആരോപണമാണ്, ആ ഒരു നറേറ്റീവാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ അനവധി ഉദാഹരണങ്ങളോടുകൂടി ചിലതൊക്കെ തെളിയിക്കാവുന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ ചോദിക്കുക, ഇതൊരു സ്പെസിഫിക് ഇഷ്യൂ ആയി തോന്നാം, ഇവിടെ വോട്ട് ചോരി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇഷ്യൂ ആയിട്ട് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു ലാർജർ പിക്ചർ നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഓർക്കണം. ആ ഭരണഘടനാപരമായി സൃഷ്ടിക്കപ്പെട്ട സ്ഥാപനം ഭരണഘടനയുടെ അന്തസ്സത്ത പ്രിയാമ്പിളിൽ പറയുന്ന ഡെമോക്രസി എന്ന പരിപാവനമായ, അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രിയാമ്പിളിൽ പറയുന്ന ഡെമോക്രസി. അവിടെ ക്വാളിറ്റേറ്റീവായ ഒരു ഇറോഷൻ, അത് ബോധപൂർവമോ അല്ലാതെയോ വന്നാൽ അത് പരിഹരിക്കാനുള്ള ചുമതല രാഷ്ട്രീയ കക്ഷികൾക്ക് അനൗപചാരികവും ഇലക്ഷൻ കമ്മീഷന് ഔപചാരികവും ഭരണകൂടത്തിന് നിയമത്തിൻ്റെ കീഴിലും അതിനുള്ള ചുമതലയുണ്ട്. അതിൽ കൃത്യവിലോപം കാട്ടരുത്. അതുകൊണ്ടാണ് പറയുന്നത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, പരമോന്നതമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ. അതൊക്കെ മേലെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതൊക്കെ മേലെ ഭരണഘടനയാണ്. ഇവിടെ പാർലമെന്ററി ജനാധിപത്യമാണെങ്കിൽ പോലും പാർലമെന്ററി സുപ്രമസി അല്ലാന്ന് ഓർക്കണം. ഇവിടെ നിയമവാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസിയാണ് ഇന്ത്യയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ ഭരണഘടന ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡോക്യുമെന്റ്. അതിൻ്റെ സംരക്ഷണം കോടതിയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നു? അവിടെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ലോക്സഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കാം, ലോക്സഭയുടെ പുറത്ത് കാര്യങ്ങൾ ഉന്നയിക്കാം, കോടതിയിലും വേണമെങ്കിൽ കാര്യങ്ങൾ ഉന്നയിക്കാം. കോടതിയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുമുണ്ട്, അത് താഴെ തട്ടിൽ ഉന്നയിക്കുന്നതുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിശ്വാസ്യതയുടെ വിഷയമാണ്. ലാർജർ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഈസ് വാച്ചിങ്, ലാർജർ ഡെമോക്രസി ആണ് ദ സൺ. അതാണ് ഇന്ത്യ. അവിടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി പറയുന്നു, ഇതാ ബ്രസീലിയൻ ഒരുപാട് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്. ഈ ബ്രസീലിയൻ സ്ത്രീയുടെ പടം, ചിത്രം 22 ഇടത്ത് വന്നു എന്നൊക്കെ പറയുന്നത് ലോകമാധ്യമങ്ങളിൽ തന്നെ അത് വാർത്തയായി. ഇവിടെ ജനാധിപത്യം, ഭാരതത്തെ വളരെ വളരെ മോശമായ ലൈറ്റിൽ അവതരിപ്പിക്കാൻ ബോധപൂർവമായി രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ വളരെ അല്ലല്ല, ഞാൻ ചോദിച്ചത്, ഇപ്പൊ സാറ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് നമ്മൾ പുറത്തു പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, അന്വേഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അന്വേഷിക്കണം. അല്ലല്ല, അത് രാഹുൽ ഗാന്ധി ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാന രാജ്യമായ ഇന്ത്യയില് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന വോട്ടർമാർ 22 എന്താ പറയുന്നത് വോട്ടർ ID കാർഡുകളിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നിട്ട് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരിക്കണം. അത് ഇന്ത്യക്ക് പുറത്തുള്ള അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ലല്ലോ സിബി. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നമ്മൾ പറയാത്ത കാര്യങ്ങൾ അടർത്തിയെടുത്ത്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇത് കൃത്യമായി സിബി സാറേ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയാകണമെന്ന് പറയുന്നതിന് അർത്ഥം എന്താ?
സുപ്രീം കോടതി അന്വേഷിക്കണം. അത് മാത്രമല്ല, അതിനു മുൻപ് തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. കാരണം ക്ലറിക്കൽ എറർ ആണെങ്കിൽ അത് ആരാണ്, എവിടെയാണ് അവിടെ പിഴവ് സംഭവിച്ചത് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട്, ഇത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്, ആ കമ്മീഷനോട് കൃത്യമായ ക്വറീസ് ചോദിക്കാനുള്ള ചുമതലയുണ്ട്. അതാണ് ആദ്യഘട്ടം. അതിൽ പരാജയപ്പെട്ടാൽ കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നിലവിലിരിക്കെ ഇത് മുഴുവൻ, ഈ സംവിധാനം മുഴുവൻ ഈ സുപ്രീം കോടതിയുടെ വിധികൾ കറപ്റ്റഡ് ആണ് എന്ന വ്യംഗ്യമായ കാര്യങ്ങൾ, അതിൽ വിശ്വാസമുള്ള ഇല്ലാത്തതുകൊണ്ടാണോ കോടതിയിൽ പോകാൻ ചില കാര്യങ്ങളിലെങ്കിലും വിസമ്മതം? അതൊരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യതയിൽ വലിയ കുഴപ്പമുണ്ട് എങ്കിൽ ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്? എം.എസ്. വേണുഗോപാൽ, സിബി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇല്ല, തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരിക്കേണ്ട. അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് കരുതി ഇത് അങ്ങനെ ഇരുന്നോട്ടെ, ആ ബ്രസീലിയൻ മോഡലിന്റെ പടം അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതാനും ആവില്ലല്ലോ. ഇല്ല, തെറ്റ് കണ്ടിട്ട് മിണ്ടാതിരിക്കേണ്ടതല്ല. തെറ്റ് കണ്ടാൽ അദ്ദേഹം ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷന് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ കോടതി സമീപിക്കണം. ഇത് രണ്ടും പറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കിതിലൊന്നും യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടർ ലിസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, എൻ്റെ പാർട്ടിക്കും ഇല്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക മാത്രമാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഇത് തന്നോണം. അങ്ങനെ തന്നോണമെങ്കിൽ ഈ സിസ്റ്റം മുഴുവൻ മാറ്റണം, വേറെ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ പിന്നെ ഈ ഇലക്ഷൻ ഈ ബൂത്ത് ഏജൻറ്റുമാർ എത്രയുണ്ടോ, പിന്നെ ഹരിയാനയിൽ തന്നെ ഏതാണ്ട് 28,000 ഏജൻറ്റുമാരാണ് കോൺഗ്രസിന് തന്നെ ഉള്ളത്. ഇത്രയും ഏജൻറ്റുമാർക്ക് പകരം നമ്മൾ വേറെ ആളിനെ വെക്കേണ്ടി വരും. എന്നിട്ടിത് മുഴുവൻ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അപ്പോഴേ ഇത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരിക്കലും ഒരു 100 കോടി ജനങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിക്കിൻ്റെ സഹായമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി വോട്ടേഴ്സ് ലിസ്റ്റ് വേണ്ട, നമ്മുടെ വസ്തുവിൻ്റെ പിന്നെ ഈ റീസർവേ ഉണ്ടല്ലോ, അതുപോലും നമുക്ക്, എനിക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 8 സെൻറ്റ് എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. എന്തുകൊണ്ടത് വരുന്നു? ഇത് ഒരുപാട് പേർക്ക് പരാതി, പിന്നെ പരാതി കൊണ്ട് ചെല്ലുമ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക പോലും ഇല്ല. അത് നോട്ടിഫിക്കേഷൻ സമയത്തുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റേത് പുറംപോക്കായി കാണുമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഇതൊരു വലിയ രാജ്യമാണ്. ഇത് ഫ്രാൻസിനെ പോലെയോ ജർമ്മനിയെ പോലെയോ ഒരു കൊച്ചു രാജ്യമല്ല. ഏതാണ്ട് യൂറോപ്പിൻ്റെ അത്രയും വലിപ്പം വരുന്ന ഒരു സബ് കോണ്ടിനെൻ്റാണിത്. ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ട് പോകുന്നത് തന്നെ വലിയ ഒരു പ്രക്രിയയാണ്. ഇത് രാഹുൽ ഗാന്ധിയെ നാളെ പ്രധാനമന്ത്രിയാക്കിയ ഇതെല്ലാം മാറുമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ മുതൽ അച്ഛൻ വരെയുള്ളവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഇതിനകത്ത് കിടക്കുകയാണ്. ഞാനൊരു കാര്യം ഒരു കാര്യം പറഞ്ഞിട്ട്, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, അവിടെ 98,78,000 വോട്ടാണുള്ളത്. അതിൽ 25 ലക്ഷത്തിലാണ് ഈ തിരിമറി നടന്നത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 67% വോട്ടേ അവിടെ പോൾ ചെയ്തിട്ടുള്ളൂ. അതായത് 1/3 അവിടെ പോൾ ചെയ്തിട്ടില്ല. 1/3 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 33 ലക്ഷം വരെയാണ്. അതിൽ 25 ലക്ഷത്തിന്റെ കഥയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ല, 8-1 വ്യാജം എന്ന് പറയുമ്പോൾ 2 കോടിയിൽ 25 ലക്ഷം വ്യാജം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 2 കോടി അത് മൊത്തം വരുന്നതിൽ അല്ലേ? അതിൽ 2 ജനങ്ങളല്ലേ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 98 ലക്ഷത്തി ചില്ലറയാണ്. അപ്പൊ അതിന്റെ 2 കോടി വോട്ടേഴ്സ്. അതിലാണെങ്കിൽ പോലും ഈ 25 ലക്ഷം എന്ന് പറയുമ്പോൾ 8-1 വരുന്നത്. അതിൽ പോൾ ചെയ്തത് മാത്രം എടുത്താൽ അതിൽ കുറവാണ്. പോൾ ചെയ്തെടുത്താൽ എന്താ 5-6 പേര് വരുമ്പോഴാണ്. അപ്പോൾ ഓരോ 5 പേര് വരുമ്പോഴും അല്ലെങ്കിൽ 6 പേര് വരുമ്പോഴും ഒരു കള്ളയോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാർട്ടി ഇതിന് ഉത്തരവാദിയല്ല, പോലീസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ എങ്ങനെയാണ് ശരിയാകുന്നത്? അപ്പോൾ രാജ്യത്തിനോട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തമില്ല. ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ല. പിന്നെ ഇത് ആര് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇത് നമുക്ക് എവിടുന്ന് ആരെയൊക്കെ ഇറക്കി ചെയ്യണം? പട്ടാളത്തിനെ ഇറക്കി ചെയ്യണോ? എനിക്ക് 3 ചെറിയ പോയിന്റുകൾ പെട്ടെന്ന് ക്രിസ്പായിട്ട് പറയാം. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോട്ട വന്നൊരു ക്ലറിക്കൽ എറർ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ഒരു 100 ക്ലറിക്കൽ എറർ, 1000 ക്ലറിക്കൽ എറർ എന്ന തലത്തിലേക്ക് വരുമ്പോൾ അതൊരു ക്ലറിക്കൽ എറർ അല്ല, മറിച്ച് അത് വ്യവസ്ഥാപിതമായ ഒരു ഗൂഢാലോചനയാണ്, ഒരു കോൺസ്പിറസിയാണ്. കൃത്യമായിട്ട് ഒരു എന്താ പറയുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയി മാറുകയാണ്. പറഞ്ഞ മനസ്സിലായി. അതാണ് രാഹുൽ ഗാന്ധി ആദ്യമായി ഉന്നയിക്കുന്ന പോയിന്റ്. ആ പോയിന്റ് നമ്മൾ വളരെ കൃത്യമായിട്ട് അതിനെ ഒരു ക്ലറിക്കൽ എറർ എന്ന് പറഞ്ഞ് മാത്രമായിട്ട് നമുക്ക് സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കേസ്, രാഹുൽ ഗാന്ധി പറഞ്ഞ ഫാക്ടുകൾ 1-2 ഇടത്ത് കുഴപ്പമുണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ സാധനങ്ങളും എറർ ഉണ്ട്. ഞാൻ പറഞ്ഞ എറർ ഇല്ലെന്നുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി രാഹുൽ ഗാന്ധി അങ്ങനെ ഉന്നയിക്കാമോ? അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ ഫാക്ട് ചെക്ക് നടത്താതെ അങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് അദ്ദേഹം കോടതി പോകാത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുക്കാത്തത്. ഫോട്ടോ സ്റ്റോക്ക് ഫോട്ടോയാണ്, പക്ഷേ ആ വോട്ടർമാര് വ്യാജമാണ്. അല്ലല്ല സിബി, ഒറ്റ ചോദ്യം സിബി. ഈ ഫോട്ടോ സ്റ്റോക്ക് ഫോട്ടോയാണ്, ശരിയാണ്, ഫോട്ടോ സ്റ്റോക്ക് ഫോട്ടോയാണ് തെറ്റി. പക്ഷെ അവരുടെ ID കാർഡ് നമ്പറും അവരുടെ ഐഡിയും അവർ വാലിഡ് വോട്ടർ ആണോ അല്ലയോ? അതാണ് ചോദ്യം.
അതല്ലേ കള്ളവോട്ടാകും. സാർ ഒരു സെക്കൻഡ്, കള്ളവോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെജിറ്റിമേറ്റ് അല്ലാത്ത വോട്ട് നിങ്ങൾ വ്യാജരേഖ വെച്ച് നിങ്ങൾ പോയി വോട്ട് ചെയ്യുന്നതാണ് കള്ളവോട്ട്. ഇതിന് എറർ എന്നാ പറയുക അല്ലേ? ഫോട്ടോ മാറി. ശരി സിബി താങ്കളുടെ പോയിന്റ്, അടുത്ത പോയിന്റ് പറയൂ. അടുത്ത പോയിന്റ് ശ്രീജിത്ത് പറഞ്ഞ ഒരു നിഷ്കളങ്കമായ ഒരു കമന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഈ പാർലമെന്റിലെ CBC അടക്കമുള്ള സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ അടക്കം ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവരെ ഈ പറഞ്ഞ അവരുടെ ഔദ്യോഗിക കാലത്ത് കുറ്റവിമുക്തനാക്കാനുള്ള നിയമം എന്ന് പറയുന്നത് അവർ ഔദ്യോഗിക ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും എററുകൾക്ക് ഭാവിയിൽ അവരെ വിധിക്കരുത് എന്നുള്ള നിഷ്കളങ്കമായ ഉദ്ദേശത്തോടു കൂടിയാണെന്നാണ്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് ഇലക്ഷൻ നടക്കുന്നു, അതിന്റെ തലേന്ന് അവിടെ ഒരു കലാപം ഉണ്ടാവുന്നു, പിറ്റേന്ന് ഇലക്ഷൻ നടത്തിയപ്പോൾ കലാപം മൂർച്ഛിച്ചു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ കേസ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ അത്ര എനിക്കറിഞ്ഞൂടാ, താങ്കൾ നിയമവിദഗ്ധരാണ്, സ്വതന്ത്ര ഇന്ത്യയിൽ അങ്ങനെ ഇതുപോലെ പോലുള്ള കേസുകളിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ എത്ര കേസ് വന്നു എനിക്കറിയില്ല. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വിധി പറഞ്ഞതിന്റെ പേരിൽ എത്ര കേസ് ഉണ്ടായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് പറയാമോ സിബി സാറേ? സുപ്രീം കോടതി ജഡ്ജിമാർക്ക് വിധി പറഞ്ഞതിന്റെ പേരിൽ ഈ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇതേ പ്രൊട്ടക്ഷൻ ഉണ്ട്. എത്ര സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ പിന്നീട് ആൾക്കാർ കേസ് കൊടുത്തതിന്റെ പേരിലാ സാറേ നിയമം ഉണ്ടാക്കി? ഒന്ന് പറയൂ. അല്ല, ഒന്ന് പറയൂ. ഗവർണർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് സാറേ. ഒന്ന് സെക്കൻഡ്, സാറേ ഗവർണർക്ക് കേസ് കൊടുത്തിരിക്കുന്ന ഏതിന്റെ പേരിലാ സാറേ? ചുമ്മാ പറയല്ലേ. നമുക്ക് നേരിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് ഇവിടെ. അയാളുടെ ഔദ്യോഗിക ഈ ഇലക്ഷൻ കമ്മീഷൻ അയാളുടെ ഔദ്യോഗിക ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നതിന് അദ്ദേഹം കൂട്ടുനിൽക്കുകയാണ്. ഗവർണർക്കും രാഷ്ട്രപതിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആരുടെ എന്ത് തീരുമാനത്തിനെ ആര് ചലഞ്ച് ചെയ്ത പ്രസിഡൻസ് ഉണ്ടായതുകൊണ്ടാണെന്ന് പറയാമോ? പ്രസിഡൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഞാൻ ജസ്റ്റ് എന്റെ മനസ്സിൽ വന്ന ഒരു ഉദാഹരണം പറഞ്ഞു, അല്ലാതെ കലാപം ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാരണമായി എന്നതിന്റെ പേരിലല്ല. ഒരൊറ്റ കാര്യം ഞാൻ പറയാം. സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും മാത്രമാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഫാക്ട് ചെക്കിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് തെറ്റ് പറ്റിയിട്ടും ഉണ്ട്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം പൊട്ടാത്ത ബോംബാണോ? പൊട്ടാത്ത ബോംബ് അല്ല എന്നാണ് 55% പ്രേക്ഷകരും പറയുന്നത്. പൊട്ടാത്ത ബോംബാണെന്ന് 44%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.